സർവേഭ്യഃ നമസ്കാരഃ. ഇന്ന് നമുക്കൊരു സുഭാഷിതം പഠിക്കാം. അതിനു മുൻപായിട്ട് ഈ വരുന്ന വിജയദശമി നാളിൽ വൈകുന്നേരം 5 മണിക്ക് എൻ്റെ തന്നെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. അതിലൊരു സംസ്കൃത കഥയാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. മാത്രമല്ല ആ കഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കമന്റ്സിലൂടെ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല സംസ്കൃതത്തിന്റെ വ്യാകരണവുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യവും അതിലൂടെ ചോദിക്കാം. ഉത്തരം അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സുഭാഷിതത്തിലേക്ക് പോകാം. വ്യാധിതസ്യാർത്ഥഹീനസ്യ ദേശാന്തരഗതസ്യ ച നരസ്യ ശോകദഗ്ധസ്യ സുഹൃദ്ദർശനമൗഷധം. വ്യാധിതസ്യാർത്ഥഹീനസ്യ ദേശാന്തരഗതസ്യ ച നരസ്യ ശോകദഗ്ധസ്യ സുഹൃദ്ദർശനമൗഷധം. ഇതിന്റെ പദച്ഛേദം: വ്യാധിതസ്യ, അർത്ഥഹീനസ്യ, അതേപോലെ ദേശാന്തരഗതസ്യ ച നരസ്യ ശോകദഗ്ധസ്യ സുഹൃദ്ദർശനം ഔഷധം. അപ്പൊ ഇവിടെ സന്ധി പദങ്ങൾ വരുന്നത് രണ്ടു ഭാഗത്തു മാത്രമാണ്. വ്യാധിതസ്യ അധികം അർത്ഥഹീനസ്യ, അവിടെ സവർണ ദീർഘസന്ധിയാണ് വരുന്നത്. പിന്നെ സുഹൃദ്ദർശനം അധികം ഔഷധം, അവിടെ ഒരു കേവല സന്ധിയും അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ അന്വയം നമുക്കൊന്ന് നോക്കാം. വ്യാധിതസ്യ അർത്ഥഹീനസ്യ ദേശാന്തരഗതസ്യ ശോകദഗ്ധസ്യ ച നരസ്യ സുഹൃദ്ദർശനം ഔഷധം ഭവതി. ഈ ഭവതി എന്ന ക്രിയാപദം അധ്യാഹാരമാണ്. അതുകൊണ്ട് ശ്ലോകത്തിൽ സുഭാഷിതത്തിൽ കാണാൻ സാധിക്കില്ല. അസ്തു, പിന്നെ ഇതിന്റെ മലയാള അർത്ഥം: വ്യാധിതസ്യ രോഗപീഡിതനും, അർത്ഥഹീനസ്യ ധനമില്ലാത്തവനും, ദേശാന്തരഗതസ്യ അന്യദേശത്തിലേക്ക് പോയവനും, ശോകദഗ്ധസ്യ ദുഃഖത്തിൽ മുഴുകിയവനും, ച നരസ്യ ആയ നരന്, സുഹൃദ്ദർശനം മിത്രദർശനം ഔഷധം ഭവതി ഔഷധമാകുന്നു. അന്യദേശത്തിലേക്ക് പോയ ആൾക്ക്, അല്ലെങ്കിൽ ദുഃഖത്തിൽ വീണയാൾക്കും, രോഗത്താൽ പീഡിതനായ ആൾക്കും എന്ത് ഔഷധമാകുന്നു? ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കാണുന്നത് ഔഷധം പോലെയാണ്, ഔഷധം തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ അന്വയ രചന വളരെ സിമ്പിൾ ആണ്. ഇതിലെ ക്രിയാപദം ഭവതി. കിം ഭവതി? ഔഷധം ഭവതി. കീദൃശം ഔഷധം ഭവതി? സുഹൃദ്ദർശനം ഔഷധം ഭവതി. കസ്യ സുഹൃദ്ദർശനം ഔഷധം ഭവതി? നരസ്യ. നരസ്യ സുഹൃദ്ദർശനം ഔഷധം ഭവതി. കീദൃശസ്യ നരസ്യ സുഹൃദ്ദർശനം ഔഷധം ഭവതി? ശോകദഗ്ധസ്യ നരസ്യ സുഹൃദ്ദർശനം ഔഷധം ഭവതി. പുനഃ കീദൃശസ്യ നരസ്യ ഔഷധം സുഹൃദ്ദർശനം ഭവതി? ദേശാന്തരഗതസ്യ നരസ്യ സുഹൃദ്ദർശനം ഔഷധം ഭവതി. പുനഃ കീദൃശസ്യ നരസ്യ ഔഷധം ഭവതി സുഹൃദ്ദർശനം?
വ്യാധിതസ്യ വ്യാധിതസ്യ നരസ്യ സുഹൃദർശനം ഔഷധം ഭവതി. ഇങ്ങനെ നമുക്ക് വിശേഷണങ്ങൾ വരുന്ന ഭാഗത്തെല്ലാം തന്നെ പുനഃ കീദൃശസ്യ, ഇത് ഷഷ്ടി വിഭക്തി അതേപോലെ തന്നെ പുല്ലിംഗമായതുകൊണ്ടാണ് കീദൃശസ്യ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ലിംഗ ഭേദം അനുസരിച്ചിട്ട് ക്വസ്റ്റ്യനും മാറും. ഓക്കെ, ഇനി ഇതിന്റെ പദവിവരണം. വ്യാധിതസ്യ, അതേപോലെ തന്നെ അർത്ഥഹീനസ്യ, ദേശാന്തരഗതസ്യ, നരസ്യ, ശോകദഗ്ധസ്യ, ഇതെല്ലാം അകാരാന്ത പുല്ലിംഗ ഷഷ്ടി വിഭക്തി ഏകവചനമാണ്. ഓക്കെ, പിന്നെ ച അവ്യയം, അതേപോലെ സുഹൃദ് ദർശനം ഔഷധം, ഇത് രണ്ടും നപുംസകലിംഗ പ്രഥമ വിഭക്തി ഏകവചനമാണ്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സുഭാഷിതമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധന്യവാദ.